ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു എക്സൈറ്റിംഗ് റീഡിംഗ് വ്ലോഗുമായിട്ടാണ്. സോ ഈ ബുക്ക് ഞാൻ വായിക്കാൻ പോകുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അതിനെപ്പറ്റി കുറേ റീൽസൊക്കെ കണ്ട് ഇപ്പോൾ നല്ല മോട്ടിവേഷനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ റീസെൻ്റ്ലി ആണ് ഞാൻ ഈ ബുക്കിനെ പറ്റി അറിയുന്നത്. ഞാൻ ഇത് അത്രയും ഫേമസ് ആയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഈ ഓതറാണ് 2018 സ്ക്രീൻ പ്ലേ എഴുതിയത്. സോ ഐ വാസ് സോ മോട്ടിവേറ്റഡ് അത് അറിഞ്ഞപ്പോൾ, ആൻഡ് ഐ വോണ്ടഡ് ടു റീഡ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. സോ ഞാനിത് പിക്ക് ചെയ്തു ആൻഡ് ഐ എം ഹിയർ. എത്ര പേജായി നോക്കട്ടെ. 27 പേജസ് ആയിട്ടുള്ളൂ. ഞാൻ മെല്ലെ മെല്ലെയാണ് വായിക്കുന്നത്. സോ മെയിൻ കഥാപാത്രം ശ്രീറാം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. സോ ശ്രീറാം അവൻ്റെ പാരൻസിനൊക്കെ കൺവിൻസ് ചെയ്തിട്ട് അവന് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ പഠിക്കാൻ വേണ്ടി പോവാണ്, വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ചെന്നൈ. അപ്പോൾ അവൻ ചെന്നൈയിലോട്ട് വരികയാണ്. ചെന്നൈയിലോട്ട് വരുമ്പോൾ എനിക്ക് വേറൊരു ഇൻറ്റൻഷൻ കൂടിയുണ്ട്, വിച്ച് ഇസ് ടു റൈറ്റ് എ ബുക്ക്. അപ്പോൾ അവന് ചെന്നൈയിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് മെല്ലെ മെല്ലെ അവന് ചെന്നൈനെ പറ്റി ഒരു ബുക്ക് എഴുതണം. സോ അതും കൂടി ഉണ്ട് അവനക്ക്. അപ്പോൾ അവൻ ചെന്നൈയിൽ വരുമ്പോൾ അവനെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നത് അവൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ ബിനീഷേട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. സോ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ബിനീഷേട്ടൻ്റെ റൂമിലാണ് അവൻ താമസിക്കുന്നത്. അപ്പോൾ അവനൊരു റൂംമേറ്റും കൂടി ഉണ്ട്, ഹു ഇസ് കിരൺ. പിന്നെ അവൻ കോളേജിൽ പോവും. കോളേജിൽ പോയിട്ട് അവിടെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവനക്ക്. അപ്പോൾ അവൻ അവിടുത്തെ ആ ഒരു ചെന്നൈയിലെ കാര്യങ്ങളും അവിടുത്തെ ലാംഗ്വേജും അതൊക്കെ ആയിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ. അവൻ ചെറുതായി ഓരോന്ന് പഠിക്കുകയാണ്. സോ ഫാർ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ പൊതുവെ ഒരു ബുക്ക് പെട്ടെന്ന് വായിക്കുന്ന ഒരാളാണ്. സോ എനിക്കിത് കുറച്ച് ടൈം എടുത്ത് എൻജോയ് ചെയ്ത് വായിക്കണം എന്നാണ് ആഗ്രഹം. ലൈക്ക് ഒരാഴ്ചയൊക്കെ എടുത്ത് മെല്ലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഡെയിലി വായിച്ചിട്ട്. കാരണം ഇതൊരു ലിറ്റററി ഫിക്ഷൻ ആണല്ലോ, ത്രില്ലറൊന്നുമല്ല, പെട്ടെന്ന് ഇങ്ങനെ വായിച്ച് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സോ മെല്ലെ വായിക്കണം, ഓരോ മൊമെന്റ്സും എൻജോയബിൾ ആക്കി വായിക്കണം എന്നാണ് ആഗ്രഹം. സോ ഞാനിത് വായിച്ചിട്ട് അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. ഹലോ, ഐ എം ബാക്ക് വിത്ത് ആൻ അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ ഇത്ര എത്തി. ഓൾമോസ്റ്റ് ഒരു 200 പേജസ് എത്തി. ഇനി ഒരു 100 പേജസ് ഉള്ളൂ ബാക്കി. ശരിക്കും ഒരു ഫിലിം കാണുന്ന രീതിയിലാണ് ഈ ഓതർ ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. അതാണ് പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റിയ, എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. നമ്മളുടെ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെയുള്ള മലയാളം ലാംഗ്വേജ് ആണ്. അധികം സാഹിത്യപരമായിട്ടൊന്നുമല്ല എഴുതിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് വായിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓൾസോ ചാപ്റ്റേഴ്സൊക്കെ വളരെ വളരെ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിക്കാൻ പറ്റും. സോ ഇതൊരു ഫീൽ ഗുഡ് ബുക്കാണ്. നമുക്ക് ആ ഒരു കോസി ഫീൽ ഗുഡ് വാം ഹഗ് ഒക്കെ പോലത്തെ ബുക്സ് ഇല്ലേ, അതുപോലൊരു ബുക്കാണ്. ഇതിൽ പ്ലോട്ട് എന്ന് പറയാനുള്ളൊരു പ്ലോട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, വൈബ്സ് ആണ് ആൻഡ് ക്യാരക്ടേഴ്സ് ആണ്, പിന്നെ റിലേഷൻഷിപ്സ്, അതൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പ്ലോട്ട് അധികം ഉള്ളതുപോലെ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു 100 പേജസും 150 പേജസൊക്കെ എത്തുമ്പോൾ ഒരു അപ്ഡേറ്റ് തരണമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് കാര്യമായിട്ടൊന്നും സംഭവിക്കാത്തതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു പ്ലോട്ടിലോട്ട് എത്തിക്കഴിഞ്ഞ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പ്ലോട്ട്. റാം ചെന്നൈയിലോട്ട് വന്നിട്ട് റാമിന് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും അറിയേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ റാമിന് ഒരുപാട് സ്പെഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ട് ചെന്നൈയിലുള്ള. സോ അതൊക്കെയാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 4 മെയിൻ ഫോക്കസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് വെട്രി, ഒന്ന് രേഷ്മ, ഒന്ന് ആനന്ദി, പിന്നെ ഒന്ന് റാം, പിന്നെ ഒരു വയസ്സായ ഒരു സ്ത്രീ, അതാണ് പാട്ടി. റാമിന്റെ കോളേജിൽ ഒപ്പം പഠിക്കുന്ന 2 ആൾക്കാരാണ് വെട്രിയും രേഷ്മയും. അവർ രണ്ടുപേരും ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. അവരായിട്ട് പെട്ടെന്ന് റാം നന്നായി കൂട്ടാവും. പിന്നെ അവർ നല്ല ഫ്രണ്ട്സ് ആവും. പിന്നെ ആ കോളേജിലത്തെ റിസപ്ഷനിസ്റ്റ് ആണ് ആനന്ദി. അപ്പോൾ ആദ്യമൊക്കെ ആനന്ദി ഭയങ്കര ഒരു ബോൾഡ് ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനന്ദിക്ക് കുറേ പണി കൊടുക്കാനൊക്കെ അവർ നോക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് പിന്നെ ആനന്ദിനായിട്ട് കൂട്ടാവുന്നത്. അങ്ങനെയാണ് ഇവർ 4 പേരും നല്ല തിക്ക് ഫ്രണ്ട്സ് ആവുന്നത്. സോ വെട്രി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ മെയിൻ നടനെ സപ്പോർട്ട് ചെയ്യുന്ന റോൾസ് ഉണ്ടാവില്ല, അതുപോലൊരു ക്യാരക്ടറാണ്. ലൈക്ക് എന്ത് മെയിൻ നടൻ പറയുകയാണെങ്കിലും അതിനെ മെയിൻ നടന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് വെട്രിയുടേത്. അപ്പോൾ വെട്രിയാണ് അവനെ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അവനെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ്. രേഷ്മ എന്ന് പറഞ്ഞൊരു പൊട്ടിത്തെറിച്ച ഒരു അനിധി കുട്ടിയാണ്. ലൈക്ക് എന്താ പറയുക,
പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് എന്തൊക്കെയാ പറയണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു അധികം മെച്ചുവേർഡ് ആവാത്തൊരു ക്യാരക്ടർ, അതാണ് രേഷ്മ. ആനന്ദി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലൈക്ക് എല്ലാം അവൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ അവൾ മൂടി വെച്ചിട്ട് ആരോടും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സെൻസിബിൾ ആയ ഒരു ലേഡിയാണ് ആനന്ദ്. ഇനി റാമിന്റെ ക്യാരക്ടർ, റാം ഒരു പാവം നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വെട്രിയും ആനന്ദിയും താമസിക്കുന്നത് ഒരു വീട്ടില് പെയിൻ ഗസ്റ്റ് ആയിട്ടാണ്. അവിടെയുള്ള ഓൾഡ് ലേഡിയാണ് ഈ പാട്ടി. അവരെല്ലാവരും പാട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് റാം വെട്രിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വിസിറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് ഇവർ ആ ഒരു പാട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ ആനന്ദിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ റാമിന് തിക്കായിക്കൊണ്ടിരിക്കുന്നത്. ത്രൂ ഔട്ട് ഇപ്പോൾ ഇവർ 5 പേരും നമ്മുടെ മനസ്സിലും ആ ഒരു ഇടം നേടും. കാരണം ആ ഒരു ടൈമാണ് ഈ ബുക്കിന്റെ. ആൻഡ് നമുക്കും ആ ക്യാരക്ടേഴ്സിനോട് ഒരുപാട് കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും പറ്റും. കാരണം ഇതൊരു മലയാളം ബുക്ക് ആയതുകൊണ്ട് തന്നെ, അതുപോലെ നമ്മുടെ സറൗണ്ടിങ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ റിലേറ്റ് ചെയ്ത് എഴുതിയത് കൊണ്ട് തന്നെ ആസ് എ മലയാളി ഒരുപാട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ക്യാരക്ടർ. സോ ഈ ബുക്കിൽ എനിക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, മലയാളികൾ പൊതുവെ ഇങ്ങനെയാണ്. ലൈക്ക് നമ്മള് എവിടെ പോയാലും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലായാലും നമ്മുടെ ഡെയിലി ദിനം ലൈഫിൽ ഏതെങ്കിലും ഒരു കടക്കാരനാവട്ടെ, അവരോടൊക്കെ ഉള്ള ഒരു ബന്ധം അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കും. അതുപോലെയുള്ള ഒരുപാട് റിലേഷൻഷിപ്പ് ആണ് ഇതിൽ ബുക്കിൽ. മേ ബി കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ അവരെയൊക്കെ അധികം ഓർക്കണം എന്നില്ല, ബട്ട് ആ ഒരു മൊമെന്റിൽ അവർക്ക് നമ്മളുടെ ലൈഫിലുള്ള പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ തോന്നിക്കുന്ന ഒരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാട്ടി എല്ലാ കൊല്ലം പാട്ടിയുടെ വീട്ടിൽ പോകും. സോ ഒരു ഗ്രാമത്തിലാണ് അവരുടെ വീട്. സോ അങ്ങോട്ട് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടെ പോകുന്നുണ്ട്. ആൻഡ് ആ ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ലൈക്ക് ഞാൻ അവിടെയാണ് കുറെ ടാബ് ഇട്ടത്. കാരണം നല്ല ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടായിരുന്നു റാമും ആനന്ദിയും തമ്മിൽ. അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ആ ഫ്രണ്ട്ഷിപ്പ്, പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഒരുപാട് ഡെപ്തും ഗ്രോത്തും വന്നത് ആ ഒരു ട്രാവലിങ്ങിലാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഓൾസോ റാം ആൻഡ് ആനന്ദിക്ക് ആ ഒരു അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ജേർണിയിലാണ്. ആനന്ദിക്ക് ഒരുപാട് സീക്രറ്റ്സ് ഉണ്ട്. സോ ഇപ്പൊ രേഷ്മ ഭയങ്കര സ്നൂപ്പിങ് അറൗണ്ട് ആണ്, എന്താണ് അവളുടെ സീക്രറ്റ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആരും തന്നെ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവള് അപ്പം തന്നെ ഷട്ട് ചെയ്യും. ലൈക്ക് അവൾക്ക് ആ കാര്യങ്ങളെ പറ്റി പറയാൻ ആഗ്രഹമില്ല. സോ എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് എന്തൊക്കെയോ അവളുടെ ഇതിലുണ്ട്. ഇതിൽ വേറൊരു ആംഗിൾ ഉണ്ട് ഈ ബുക്കിൽ, വിച്ച് ഇസ് എ ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിന്റെ പേരാണ് മല്ലി. അപ്പോൾ മല്ലിയുടെ കുറേ ഹാർഡ്ഷിപ്സ്, അവൾ അനുഭവിച്ച കാര്യങ്ങൾ, അവൾ ട്രാൻസ്ജെൻഡർ ആവാൻ, അവൾ കമ്മിങ് ഔട്ട് ചെയ്യാനുള്ള അവൾ നേരിട്ട പ്രശ്നങ്ങൾ, അവൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ആ ഒരു ആംഗിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ റാമും മല്ലിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റിംഗ് ആയിട്ട് തോന്നി. ഓഫ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ റിവ്യൂ ആയിട്ട് വരാം. Back with an update. I completed this book and I loved this. So ഇതൊരു 4.2 സ്റ്റാർ റീഡാണ്. ഞാൻ ഒരുപാട് കാലമായി മലയാളം ബുക്സ് വായിച്ചിട്ട്. ലൈക്ക് ഞാൻ എൻ്റെ +1, +2, 10th ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് മലയാളം ബുക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ലൈബ്രറിയിൽ നിന്നായിരുന്നു ഇഷ്യൂ ചെയ്യാതിരുന്നത്. ബട്ട് ഇപ്പൊ എനിക്ക് ആ ഒരു ഫെസിലിറ്റി ഇല്ല. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ബുക്ക് പിക്ക് ചെയ്യുന്നത്. ആസ് എ ബിഗിനർ ഐ തിങ്ക് ഇറ്റ്സ് എൻ ഈസി റീഡ്. കാരണം അധികം സാഹിത്യങ്ങളില്ല. ഈവൻ ഇതിന്റെ ഓതർ ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇറ്റ്സ് നോട്ട് എ സാഹിത്യപരമായിട്ട് എഴുതിയ ഒരു പെർഫെക്റ്റ് ബുക്ക് അല്ല, ബട്ട് ഒരു സിനിമാറ്റിക് ലെവലിലുള്ള ഒരു ബുക്കാണ്. സോ ഐ റിയലി അഗ്രി വിത്ത് ഹിം. ലൈക്ക് ഇതൊരു സത്യം പറഞ്ഞ ഒരു സിനിമാറ്റിക് ലെവലിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് തന്നെയായിരുന്നു. സോ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി നമ്മൾ ആ റിവീൽ എന്തായിരിക്കും എന്നാണ് കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ റിവീല് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സില്ലി റിവീലായിരിക്കും, ബട്ട് ദെൻ നോ. ആ റിവീല് ഐ തിങ്ക് ഇറ്റ് വാസ് സോളിഡ്. നല്ലൊരു സോളിഡ് റിവീൽ തന്നെ ആയിരുന്നു. ആൻഡ് മേ ബി ഒരുപാട് മലയാളം ബുക്സ് വായിക്കുന്ന ഒരാൾക്ക് മേ ബി അത് പ്രെഡിക്റ്റബിൾ ആവാം. ആസ് എ ബിഗിനർ എനിക്കിതൊട്ടും പ്രെഡിക്റ്റബിൾ ആയിരുന്നില്ല. ഐ റിയലി ഗെറ്റ് ദ ഹൈപ്പ് അറൌണ്ട് ദിസ് ബുക്ക്. ഒരു ബിഗിനറിന് പിക്ക് ചെയ്യാൻ പറ്റിയ, അതുപോലെ അധികം വായിക്കാത്ത ഒരാൾക്ക്, വായന ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് മേ ബി പിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ്.
ബട്ട് ഒരുപാട് ക്ലാസിക്സ് ഒക്കെ വായിച്ച് ശീലമുള്ള മലയാളത്തിൽ പ്രോ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോ അവർ ദേ വോണ്ട് ഗെറ്റ് ദ ഹൈപ്പ്. കാരണം അവർ ബി ലൈക്ക് ഇതാണോ ഇപ്പൊ ഇത്രയും ഹൈപ്ഡ് ആയത് എന്ന് അവർ ചിന്തിക്കും. ഓഫ് കോഴ്സ്, കാരണം ഇതൊരു പെർഫെക്റ്റ്, ഞാൻ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ്ലി റൈറ്റിംഗ് അത്രയും പെർഫെക്റ്റ് അല്ല ഇതിലെ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് വൈബ് ആൻഡ് ക്യാരക്ടേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഹോപ്പ്. അതൊക്കെയാണ് ഇതിൽ കൂടുതൽ. ഇതൊരു പ്ലോട്ട് ഡ്രിവൺ ബുക്കല്ല, ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ബുക്കാണ്. സോ ഓഫ് കോഴ്സ് ഈ ക്യാരക്ടേഴ്സിനായിട്ട് നമ്മൾ കണക്ട് ആയി കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടുള്ളൂ ഈ ബുക്കിന്റെ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒന്നും കാര്യമായിട്ട് സംഭവിക്കുന്നില്ല. നമുക്കൊരു പ്ലോട്ടും ഇല്ല, ലൈക്ക് ക്യാരക്ടേഴ്സിനോടും നമുക്ക് കണക്റ്റഡ് ആവാൻ കുറച്ച് ടൈം എടുത്തു. ഒരു 200 പേജസ് എത്തിക്കഴിഞ്ഞാൽ വിൽ ബി സോ മച്ച് ഇൻവെസ്റ്റഡ് ഇൻ ദീസ് ക്യാരക്ടേഴ്സ് ആൻഡ് ദെൻ ദ സ്റ്റോറി പിക്സ് അപ്പ്. അവിടെ നിന്നാണ് ആ ഒരു സ്റ്റോറിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സോ നിങ്ങൾ വായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് വായിച്ച് ഒരിക്കലും ലീവ് ചെയ്യരുത് ഈ ബുക്ക്. അപ്പോൾ മേ ബി ചിലവർക്ക് ഫസ്റ്റ് ഹാഫ് വായിച്ച് DNF ചെയ്യാനൊരു ഏർജ് ഉണ്ടാവും. ബട്ട് ഡു നോട്ട് ഡു ദാറ്റ്. കണ്ടിന്യൂ സ്റ്റിക്ക് ടു ദ എൻഡ്. കംപ്ലീറ്റ്ലി ഒരു ഫീൽ ഗുഡ് ബുക്ക് അല്ല, ഒരുപാട് സെൻസിറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട്, ബട്ട് ഒരുപാട് ഫീൽ ഗുഡ് മൊമെന്റ്സും ഉണ്ട്. സോ ഐ തിങ്ക് ദിസ് വാസ് സോ മച്ച് എൻജോയബിൾ. ഫീൽ ഗുഡ് മൊമെന്റ്സ് ആയിരിക്കും നമുക്ക് ഓർമ്മയിൽ കൂടുതലുള്ളത്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദീസ് ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ്, പിന്നെ ആ ട്രാൻസ്ജെൻഡർ എലമെന്റ്സിനെ പറ്റിയിട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് സോ വെൽ ഡൺ ഇൻ ദിസ് ബുക്ക്. നമ്മുടെ സൊസൈറ്റിയിൽ ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ആ ഒരു വോയിസ്, ആ ഒരു ഹെവി ടോപ്പിക് ഇതിൽ കൊണ്ടുവന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു റൈറ്റിംഗ് ഐ റിയലി ലവ്ഡ് എവറിത്തിങ്. എല്ലാം എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തതെന്ന് ആൻഡ് ഭയങ്കര എങ്ങനെ ആ ബുക്ക് കൺക്ലൂഡ് ചെയ്യാവോ അങ്ങനെയാണ് മാക്സിമം ഇത് കൺക്ലൂഡ് ചെയ്തത്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദ എൻഡിങ്. സോ ഐ റിയലി റെക്കമെൻഡ് ദിസ് ബുക്ക്. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് പിക്ക് ദിസ് വൺ. പിന്നെ അല്ലെങ്കിൽ എന്നെ പോലെ ആ ഒരു ബ്രേക്കിലാണ് മലയാളം ഒരുപാട് കാലമായി മലയാളം ബുക്ക് പിക്ക് ചെയ്തിട്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് റീഡ് ദിസ് വൺ. കാരണം ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള റീഡാണ്. സോ ദാറ്റ്സ് എ റാപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും ബുക്ക് റീഡിംഗ് വ്ളോഗ്സ് വേണമെങ്കിൽ യു ഷുഡ് കമന്റ് ദം ഡൗൺ ബിലോ. പിന്നെ നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വായിച്ചിട്ടുണ്ട് ഈ ബുക്ക്. അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു എന്നുള്ളത്, നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് എന്നോട് യോജിക്കാത്തത് എന്നുള്ളത് അതും കമൻറ്റ് ചെയ്യുക. ആൻഡ് നല്ല നല്ല മലയാളം ബുക്സ് റെക്കമെൻഡേഷൻ, ഇതുപോലെ ഒരുപാട് സാഹിത്യമുള്ളത് എനിക്ക് ചിലപ്പം ഡൈജസ്റ്റ് ആവണമെന്നില്ല. സോ ഇതുപോലത്തെ ലൈറ്റ് ബുക്സ് റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. എൻ്റെയൊക്കെ നിങ്ങൾക്ക് എന്ത് ബുക്കിഷ് റിലേറ്റഡ് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും യു ക്യാൻ ടെക്സ്റ്റ് മീ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം. സോ ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ബുക്കിഷ് കോണ്ടന്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.